നാടൻ വറുത്ത ചിക്കൻ കറി. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ വറക്കാനുള്ള തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയിരിക്കുകയാണ്, തേങ്ങ തിരിഞ്ഞ് കഴിയിരിക്കുകയാണ്. ഇത് നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ പോവാം. വറുത്ത ചിക്കൻ കറിക്ക് ആവശ്യമായ മസാലകളുണ്ട്. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചി ഈ പച്ചമുളകാണ് കട്ട് ചെയ്യുന്നത്. തക്കാളി, നമുക്ക് കട്ട് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ തരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ നാടൻ കോഴിയുടെ ചിക്കൻ കഷ്ണങ്ങളാണിത്. ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇത് മാരിനേഷൻ ചെയ്തത് ഇതിന് മസാലയെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മാക്സിമം 1 മണിക്കൂറോളം ഇതിനെ മാരിനേഷൻ ചെയ്യാൻ വെക്കാം. ആ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടിയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 1 അവറിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 2 പാനാണ് വെച്ചിരിക്കുന്നത്. ഈ 2 എണ്ണം എന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് നമുക്ക് ഈ കട്ട് ചെയ്ത ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം ഫ്രൈ എടുക്കാനാണ്. മറ്റൊന്നില്ല, നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്.
ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മസാല എല്ലാം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മസാല ഏതാണ്ട് ഗ്രൈൻഡ് ആയിരിക്കുകയാണ്. നമ്മുടെ മസാല ഗ്രൈൻഡ് ആയിരിക്കുകയാണ്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് പകരാം. ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ട്, സലാഡ്, പപ്പടം, അച്ചാർ, സാമ്പാർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സാമ്പാർ കൂടെ സൂപ്പർ നാടൻ ചിക്കൻ കറിയും ഊണുമാണ്. നല്ല പൂവ് പോലെ വന്നിട്ടുണ്ട്. നോക്കി മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല ടേസ്റ്റ് വേറെ. ചാലക്കുടി ചന്തക്ക്